സുഗ്രീവനും ശ്രീരാമചന്ദ്രസ്വാമിയും തമ്മിൽ സർവ്വകർമ്മങ്ങളുടെയും സാക്ഷിയായിട്ടുള്ള അഗ്നിയെ സാക്ഷിയാക്കിയിട്ട് സഖ്യം ചെയ്തു. ഹനുമാൻ സ്വാമിയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത്. അങ്ങനെ ഈ സഖ്യം ചെയ്തപ്പോൾ ബാലിക്കും തനിക്കും ഇടയിലുണ്ടായിട്ടുള്ള ആ വൈരത്തിൻ്റെ കഥ സുഗ്രീവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പണ്ട് മായാവി എന്ന് പറഞ്ഞൊരു അസുരൻ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. ബാലിയുടെ ഒരു ശീലം, ആര് യുദ്ധത്തിന് വിളിച്ചു കഴിഞ്ഞാലും അവരോട് എതിർക്കാണ്ട് പിന്നെ വിശ്രമമില്ല. ആ മായാവി ബാലിയുമായിട്ട് പൊരുതി അവസാനം ബാലിയുമായിട്ട് പൊരുതി മരിക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഒരു ഗുഹയുടെ ഉള്ളിൽ ഈ മായാവി ചെന്ന് കയറി. അപ്പോൾ ബാലിയുടെ കൂടെ താനും ഉണ്ടായിരുന്നു. സുഗ്രീവൻ പറയാണ്, ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ബാലിയുടെ പിന്നാലെ. അപ്പോൾ ബാലി പറഞ്ഞു, ഞാൻ ഏതായാലും ഈ ഗുഹയ്ക്കുള്ളിൽ കയറാം. ഞാൻ മരിക്കുകയാണെങ്കിൽ രക്തം പുറത്തു വരും, അവൻ മരിക്കുകയാണെങ്കിൽ ക്ഷീരം പുറത്തു വരും. അഥവാ രക്തമാണ് പുറത്തു വരണതെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, ഈ ഗുഹാകവാടം എന്നേക്കുമായിട്ട് മൂടിയിട്ട് നീ രാജ്യഭാരം ഏറ്റെടുക്കുക, രാജ്യത്തെ അനാഥാക്കരുത്. അപ്പോൾ സുഗ്രീവൻ മനസ്സോടെ സമ്മതിച്ചു, അവിടെ നിന്നു. ഇതൊക്കെ മായാവി കേട്ടിട്ടുണ്ട്. അവസാനം മായാവി ബാലിയുടെ കൈകൊണ്ട് മരണപ്പെട്ടു. പക്ഷേ മായാവി ചെയ്തത് പാല് വരണതിന് പകരം രക്തം വരണ അവസ്ഥയുണ്ടാക്കി തൻ്റെ മായ കൊണ്ട്. പാവം സുഗ്രീവൻ ഇത് കണ്ടിട്ട് വിചാരിച്ചു, ബാലി മരിച്ചു, ഇനി എന്താ ചെയ്യുക? ഈ മായാവി വന്നിട്ട് തന്നെ കൊന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് ആരുണ്ടാവില്ല. ബാലിയെ കൊന്നവനാണ്. ബാലിയെ പറ്റിയിട്ട് ചിന്തിക്കുക, രാവണനെ തൻ്റെ വാലിൽ ചുരുട്ടിയെടുത്ത ആളാണ് ബാലി, അത്രയ്ക്ക് ശക്തനാണ്. ആ ബാലിയെ കൊന്ന ആൾ പുറത്തു വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനവും. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇത് മൂടിയിട്ട് ബാലി പറഞ്ഞതുപോലെ ചെയ്യാം. പക്ഷേ ബാലി വിചാരിച്ചു തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ അവസരം മുതലാക്കി സുഗ്രീവൻ കളിച്ചതാണ്. അവസാനം ബാലി ഈ ഗുഹാകവാടം പൊട്ടിച്ച് പുറത്തു വന്ന് ആ കവാടത്തിൽ വെച്ചിട്ടുള്ള കല്ല് പൊട്ടിച്ച് പുറത്തു വന്ന് സുഗ്രീവനുമായിട്ട് യുദ്ധം ചെയ്തു. ആ സുഗ്രീവനെ രാജ്യത്ത് നാട്ടിപ്പായിച്ചു. സുഗ്രീവൻ്റെ ഭാര്യയായിട്ടുള്ള രുമയെ തൻ്റെ പത്നിയാക്കിയിട്ട് വെച്ചു. ഇതാണ് ഭഗവാനെ ഞങ്ങൾ തമ്മിലുള്ള വൈരത്തിന് കാരണം. പക്ഷേ ഞാനിവിടെ ഋഷ്യമൂക പർവ്വതത്തിൽ വളരെ സ്വസ്ഥനായിട്ടിരിക്കുന്നുണ്ട്, ജീവഭയം ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. കാരണം ബാലിക്ക് നേരിട്ട് വരാൻ പറ്റില്ല. പണ്ട് ഇതേമാതിരി ദുന്ദുഭി എന്ന് പറയുന്ന ഒരു അസുരൻ്റെ മൃതശരീരം ബാലി വധിച്ചിട്ട് ആ ശരീരത്തെ ഈ ഋഷ്യമൂക പർവ്വതത്തിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. അന്നിവിടെ മതങ്കാശ്രമം ഉണ്ടായിരുന്നു. ആ ആശ്രമ പരിസരം രക്തം വീണിട്ട് അശുദ്ധമായതുകൊണ്ട് ബാലിക്ക് കിട്ടിയിട്ടുള്ള ശാപമാണ്. ഇതിലേക്ക് കയറിക്കഴിഞ്ഞാൽ തല പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് ബാലി വരില്ല. ആ ഒരു സമാധാനത്തിലാണ് എൻ്റെ ഭഗവാനെ ഞാൻ നിൽക്കുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാലിയോട് യുദ്ധം ചെയ്യാൻ ഭഗവാന് ശക്തിയുണ്ടോ എന്ന് പരീക്ഷിക്കുന്നുണ്ട് സുഗ്രീവൻ. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞ് ഭഗവാൻ പറഞ്ഞു, ഏതായാലും നീ ബാലിയെ യുദ്ധത്തിന് വിളിക്കുക. ഭഗവാൻ പറഞ്ഞത് അതേപടി അനുസരിച്ചിട്ട് സുഗ്രീവൻ ബാലി യുദ്ധത്തിന് വിളിച്ചു. ആ സമയത്ത് ബാലി യാതൊരു വിധത്തിലും ഭയമില്ലാണ്ട് യുദ്ധത്തിന് വന്നു. സുഗ്രീവനുമായിട്ട് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നടന്നു. രണ്ട് സാഗരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടണ മാതിരി, രണ്ട് മേരുക്കൾ തമ്മിൽ ഏറ്റുമുട്ടണത് മാതിരി വളരെ ഗംഭീരമായിട്ടുള്ള യുദ്ധമാണ്. അവസാനം സുഗ്രീവൻ ബാലിയുടെ താടനമേറ്റ് മരണപ്പെടും എന്നുള്ള അവസ്ഥയായപ്പോൾ സുഗ്രീവൻ ഓടി രക്ഷപ്പെട്ടു. ഭഗവാൻ ഒരു ചെറുവിരൽ അനക്കിയില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു, സുഗ്രീവ, നിന്നെ വധിക്കണം എന്ന് എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുക, എങ്ങനെ ഞാൻ വധിക്കും? അബദ്ധത്തിൽ നിനക്കാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാനത് സഹിക്കൂ, എൻ്റെ മിത്രാണ് നീ. അവസാനം ഭഗവാൻ തന്നെ ഒരു വഴിയും പറഞ്ഞു കൊടുത്തു. നാളെ പോകുമ്പോൾ ഒരു പൂമാല ഇട്ടിട്ട് പോവുക, പൂമാല ഇല്ലാത്തവനെ ഞാൻ വധിക്കാം. അതേപടി കാര്യങ്ങൾ ചെയ്തു. ബാലിയെ വീണ്ടും യുദ്ധത്തിന് വിളിച്ചു. ആ യുദ്ധത്തിന് വിളിച്ച സമയത്ത് ബാലി തൻ്റെ സ്വഭാവം, ആര് യുദ്ധത്തിന് വിളിച്ചാലും നേരിട്ട് പോയിട്ട് യുദ്ധം ചെയ്യാണ്ട് വിശ്രമമില്ല എന്നുള്ള ആ സ്വഭാവം മാറ്റിവെക്കാൻ തയ്യാറായില്ല. താര പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരിക്കൽ പോയിട്ട് തോറ്റിട്ടുള്ളവൻ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ, അല്ലയോ ബാലി, അവൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. ഞാൻ അറിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി അവൻ്റെ കൂടെ ഉണ്ടെന്നാണ്. ഭഗവാന് പക്ഷപാതമില്ല. നീ ചെന്നിട്ട് ഭഗവാന്റെ സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്നെ സഹായിക്കും, ഒരു സംശയമില്ല. സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ തൻ്റെ പിതാവിൻ്റെ ആജ്ഞയാൽ ഭാര്യാസമേതം അനുജനോടുകൂടി കാട്ടിൽ വന്നതായിരുന്നു, ദണ്ഡകാരണ്യത്തിൽ വന്നതാണ്. ആ സമയത്ത് രാക്ഷസനായിട്ടുള്ള രാവണൻ സീതാദേവി അപഹരിച്ചുകൊണ്ടുപോയി. ആ ദേവി അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ശ്രീരാമചന്ദ്രസ്വാമി സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നത്. രണ്ടുപേരും ഒരേപോലെ ദുഃഖം അനുഭവിക്കുന്നവരാണ്. ശ്രീരാമചന്ദ്രസ്വാമിക്ക് തൻ്റെ പത്നിയെ പറ്റിയിട്ടുള്ള വിവരം, സീതാദേവിയെ പറ്റിയുള്ള വിവരം പറഞ്ഞു കൊടുക്കുന്ന സുഗ്രീവൻ പറഞ്ഞു, വാക്കുകൊടുത്തു, പ്രത്യുപകാരമായിട്ട് നിന്നെ വധിച്ചിട്ട് ഈ രാജ്യം സുഗ്രീവന് കൊടുക്കുമെന്ന് ഭഗവാനും വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അറിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അവൻ വിളിക്കുന്നുണ്ടെങ്കിൽ സാക്ഷാൽ ഭഗവാന്റെ തന്നെ പിന്തുണ അവനുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. അവനോട് യുദ്ധം ചെയ്യരുത്. പക്ഷേ ബാലി അത് ചെവിക്കൊണ്ടില്ല. കാരണം ബാലിയുടെ സ്വഭാവം ആര് യുദ്ധത്തിന് വിളിച്ചാലും നേരിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു പരിധി കടന്നപ്പോൾ അത് അഹങ്കാരമായിട്ട് മാറി, സ്വന്തം ബലത്തിന്മേലുള്ള അഹങ്കാരം. സാധാരണ
ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിൽ വേർതിരിക്കണ ഒരു വര വളരെ നേർത്തതാണ്. അത് മനസ്സിലാക്കാത്തവൻ അഹങ്കാരം കൊണ്ട് സ്വന്തം നാശത്തിലേക്ക് ചെന്ന് ചാടും. അഹങ്കാരം സ്വന്തം നാശത്തിനാണ് കാരണമാകുക. ബാലി സ്വന്തം ബലത്തിൽ അഹങ്കരിച്ചു. ആ അഹങ്കാരമാണ് ബാലിയുടെ ജീവൻ യഥാർത്ഥത്തിൽ എടുത്തത്. പിന്നെ ബാലിയുടെ അധർമ്മം, അത് ഭഗവാൻ പറയുന്നുണ്ട്, നിൻ്റെ അധർമ്മം കൊണ്ടാണ് നിന്നെ ഞാൻ വധിച്ചത്. അവസാനം ഭഗവാന്റെ വാക്ക് കേട്ടപ്പോൾ ബാലിക്ക് മനസ്സിലായി തൻ്റെ ഭാഗത്താ തെറ്റ്, തൻ്റെ അധർമ്മം കൊണ്ടാണ് തനിക്ക് ഈ അവസ്ഥയുണ്ടായത്. അതുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ച് ആ ഭഗവാന്റെ പാദപങ്കേരുഹങ്ങളിൽ സ്വന്തം പ്രാണനെ സമർപ്പിച്ചിട്ട് ബാലി ശരീരം വിടുകയാണ്. ബാലിക്ക് പോലും അവസാനം തെറ്റ് മനസ്സിലായി, ധർമ്മബോധം ഉണ്ടായി. അവസാന കാലത്താണെങ്കിൽ പോലും ധർമ്മബോധം ഉണ്ടാവുന്നവനെ ഭഗവാൻ തൻ്റെ പാദത്തിലേക്ക് തന്നെ സ്വീകരിക്കും, യാതൊരു സംശയമില്ല. അത് ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ള പ്രാണനാണ്, ഭഗവാൻ തന്നെ ഉള്ളിലുള്ളത്. എത്ര മോശപ്പെട്ട ശരീരമാണെങ്കിലും, എത്ര മോശപ്പെട്ട കർമ്മം ചെയ്തിട്ടുള്ള ശരീരമാണെങ്കിലും ഉള്ളിലുള്ളത് ഭഗവാനാണ്. അതാ ഭഗവാൻ തന്നെ സ്വീകരിക്കും. പക്ഷേ കർമ്മങ്ങളുടെ ഈ ബന്ധനം ഇല്ലാണ്ടാവണം, അതിന് സമർപ്പണമാണ്. ആ സമർപ്പണം ഉണ്ടാവാൻ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദപങ്കേരുഹങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ.